ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഈ പ്രഗ്നൻസി സമയത്ത് ഒരു ദിവസം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നെക്സ്റ്റ് മിനിറ്റ് കാരണം വരെ ഇല്ലാണ്ട് നമുക്ക് ദേഷ്യവും സങ്കടവും വരും. ഒരു ചെറിയ കാര്യം കേട്ടാൽ പോലും കരച്ചിലും ദേഷ്യവും എല്ലാം വരാൻ തുടങ്ങും. അപ്പം നമ്മൾ തന്നെ ചിന്തിക്കും, ഞാനിപ്പോൾ എന്തിനാ കരഞ്ഞത്, ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്തത്, നമുക്ക് എന്താ പറ്റിയേ, ഞാൻ മാത്രമാണോ ഇങ്ങനെ പല തോട്ടും നമ്മളെ മൈൻഡിൽ വരും. പക്ഷേ നമ്മൾ പ്രഗ്നൻസി സമയത്ത് കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഈ മൂഡ് സ്വിങ്സ്. അപ്പോൾ എൻ്റെ ഒരു വ്യൂവർ നമ്മളെ പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന മൂഡ് സ്വിങ്സിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രഗ്നൻസി സമയത്ത് നമുക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സും എന്തുകൊണ്ടാണ് ഈ മൂഡ് സ്വിങ്സ് വരുന്നതെന്നും ഇത് നമുക്ക് മൂഡ് സ്വിങ്സ് നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെ പ്രഗ്നൻസിയിൽ പെട്ടെന്ന് ഇങ്ങനെ മൂഡ് മാറുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു വലിയൊരു ഹോർമോൺ ചേഞ്ചുകൾ നടക്കുന്ന സമയമാണ് നമ്മളെ ബോഡിയിൽ. ഇത് നമ്മളെ ബോഡീനെ മാത്രമല്ല നമ്മളെ ഇമോഷൻസിനെയും എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഒരേ സമയത്ത് ഹാപ്പി ആവുന്നതും അതേ സമയം തന്നെ ഇമോഷണൽ ആവുന്നതും. ഒരു ചെറിയ കാര്യം കേട്ടാൽ പോലും ഭയങ്കര വിഷമം തോന്നും. ചിലപ്പോൾ ആരെങ്കിലും നമ്മളോട് നോർമലായിട്ട് സംസാരിച്ചാൽ തന്നെ അയാൾ എന്തിനാ എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് വരെ തോന്നിപ്പോകും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ചിന്തിക്കും, അയ്യോ ഞാൻ എന്തിനാ ഇങ്ങനെ ഓവർ ആക്ട് ചെയ്തത്. സോ ഇതെല്ലാം പ്രഗ്നൻസിയിൽ നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ മൂഡ് സ്വിങ്സിൻ്റെ കാരണം ഹോർമോണൽ ചേഞ്ചസ് മാത്രമായിരിക്കില്ല. നമ്മളെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഫിസിക്കലി എക്സോസ്റ്റിംഗ് ആണ്. മോർണിംഗ് സിക്നസ്, അതേപോലെ വൊമിറ്റിങ്, ബോഡി പെയിന്, പിന്നെ ടയർഡ്നെസ്, ഉറക്കക്കുറവ്, ഇതെല്ലാം കാരണം നമ്മളെ ബോഡി വീക്ക് ആവാൻ തുടങ്ങും. അപ്പോൾ നാച്ചുറലി നമ്മളെ പേഷ്യൻസും കുറയാൻ തുടങ്ങും. നമ്മൾ നല്ല മൂഡിലായിരിക്കണമെങ്കിൽ നമ്മളെ ബോഡിക്കും നല്ല റെസ്റ്റ് വേണം. അപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ പലപ്പോഴും നമ്മളെ ബോഡി നമ്മളോട് പറയുന്നത് നമുക്ക് റെസ്റ്റ് വേണമെന്നാണ്. പക്ഷേ മൈൻഡ് നമ്മളോട് പറയുന്നത് ആയിട്ടാ ഇനിയും കുറച്ച് പണി ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇതന്നെ ഭയങ്കര സ്ട്രെസ് നമുക്ക് തരും. പിന്നെ അതിൻ്റെ അവിടെ വേറെയും കുറേ തോട്ടും വേറെയും കുറേ വെറീസും വരാൻ തുടങ്ങും. ബേബി നല്ല ഹെൽത്തി ആയിരിക്കും, ഡെലിവറി എങ്ങനെയായിരിക്കും, ഡെലിവറിക്ക് പെയിൻ എങ്ങനെയായിരിക്കും, ആഫ്റ്റർ ഡെലിവറി ഞങ്ങൾക്ക് ബേബീനെ മാനേജ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ 100 ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങും. അപ്പോൾ ഈ പുറത്ത് നിന്ന് കാണുന്ന ഒരാൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ജേർണി ആയിരിക്കും നമ്മളിന്ന് കാണുന്നത്. പക്ഷെ നമ്മളെ ഉള്ളിൽ എന്തെല്ലാം തോട്ടുണ്ട്, നമ്മളെ ഉള്ളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് ആർക്കും അറിയാൻ പറ്റൂല. പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് അറിയാൻ പറ്റൂല. അതുകൊണ്ട് ഈ പ്രഗ്നൻ്റ് ആയ ഒരു പെണ്ണിനോട് എനിക്കെന്തിനാ എപ്പോഴും ഇങ്ങനെ മൂഡ് സ്വിങ്സ് എന്ന് ചോദിക്കുന്നതിന് പകരം നീ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ശ്രമിക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, ഈ മൂഡ് സ്വിങ്സ് ചിലപ്പോൾ നമ്മളെ റിലേഷനെ തന്നെ ബാധിക്കും. ഹസ്ബൻഡിനോട് പെട്ടെന്ന് ദേഷ്യം വരും, ഫാമിലിയോട് ചിലപ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻസ് തോന്നും, നമുക്ക് എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ തോന്നും. പക്ഷേ ഇതിനെല്ലാം അർത്ഥം നമുക്ക് അവരൊന്നും ഇഷ്ടമില്ല എന്നല്ല. ചില സമയത്ത് നമ്മൾ തന്നെ ഇമോഷണൽ ആയി പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. അതുകൊണ്ട് ഈ പ്രഗ്നൻസി സമയത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. ഞാൻ ഭയങ്കര ടയേർഡാണ്, എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് വേണമെന്ന് പറയാൻ കഴിയണം. ഇത് ഇങ്ങനെ പറയുന്നത് നമ്മളെ വീക്ക്നെസ് അല്ല, നമ്മളെ ബോഡി ഒരു കുഞ്ഞിനെ ഉള്ളിൽ വളർത്തിക്കൊണ്ട് വരുന്നതാണെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് റെസ്റ്റ് വേണമെന്നുള്ളത് കംപ്ലീറ്റ്ലി നോർമലാണ്. ഇനി നമുക്ക് മൂഡ് സ്വിങ്സ് എങ്ങനെ കുറക്കാന്നുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഒന്നാമത്തത് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ്. നമ്മളെ ബോഡിക്ക് റെസ്റ്റ് കിട്ടാണ്ടാവുമ്പോൾ നമ്മളെ ഇമോഷൻസിനും കൂടുതൽ അത് ഡിഫിക്കൽട്ടാവും. രണ്ടാമത്തത് ഫുഡ് സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കുക. ഡോക്ടർ എന്തെങ്കിലും ഹെൽത്തി മീൽസ് നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ കഴിക്കാൻ നോക്കുക. അതേപോലെ നല്ലോണം വെള്ളം കുടിക്കുക, ഫ്ലൂയിഡ് മതിയായ പോലെ വെള്ളമെല്ലാം കുടിച്ചിട്ട് നോർമലാവുക. പിന്നെ മൂന്നാമത്തത് ഒറ്റയ്ക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡിനോടോ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനോടോ തുറന്ന് പറയാം. നാലാമത്തേത് നമ്മളെ ഫീലിങ്സ് സപ്രസ് ചെയ്യാതിരിക്കുക. നമുക്ക് കരയണം തോന്നുന്നുണ്ടെങ്കിൽ കരയണം, അല്ലാണ്ട് എല്ലാ സമയത്തും സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം നമുക്ക് പറ്റൂല. അപ്പോൾ എന്ത് ഫീലിങ്സ് ആണോ അപ്പോൾ നമുക്ക് തോന്നുന്നുള്ളത് അത് നമ്മൾ പുറത്ത് കാണിക്കുക. കരയാൻ തോന്നിയാൽ കരയുക. പിന്നെ അഞ്ചാമത്തത് കുറച്ച് വാക്കിന് പോവുക, നല്ല ഫ്രഷ് എയർ എടുക്കുക. നമുക്ക് ആ സമയത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഡോക്ടർ നമ്മളോട് സേഫ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ നമുക്കത് ചെയ്യാം.
ചിലപ്പോൾ നമുക്ക് കുറച്ച് മീ ടൈം പോലും നമ്മുടെ മൂഡ് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, നമ്മളെ ഈ പ്രഗ്നൻസി ടൈമിലുള്ള മൂഡ് സ്വിങ്സ് എല്ലാം നോർമൽ ആണെങ്കിലും എല്ലാ മൂഡ് സ്വിങ്സും ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇഗ്നോർ ചെയ്യരുത്. എപ്പോഴും ഭയങ്കര സാഡായിട്ടിരിക്കുക, ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാണ്ട് നിൽക്കുക, അതേപോലെ നമ്മൾ ഉറക്കിലും ഫുഡിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരിക, പിന്നെ നമ്മളെ ഡെയിലി ലൈഫ് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ടേഷൻ അപ്പം തന്നെ എടുക്കുക. ഡോക്ടറോട് നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടും പറയാൻ മടിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു പ്രഗ്നൻറ്റ് വുമണിന് ഫിസിക്കൽ ഹെൽത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നെങ്കിൽ ഞാനൊരു ബാഡ് പേഴ്സൺ ആണോ, ഞാൻ മാത്രമാണോ ഇങ്ങനെ ഓവർ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളെ ബോഡിയിലും മൈൻഡിലും കുറേ ചേഞ്ചസ് ഒരേ സമയത്ത് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ നിങ്ങൾ പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണം. നിങ്ങളെ എക്സ്പീരിയൻസ് ചിലപ്പം വേറൊരാൾക്കും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരും വിചാരിക്കുമല്ലോ ഞാൻ മാത്രമല്ല അപ്പം ഇങ്ങനെ. ഇതുപോലെയുള്ള പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. എന്നെക്കൊണ്ടാവുന്ന പോലെ എൻ്റെ എക്സ്പീരിയൻസും പൊതുവായ ഒരു അറിവും വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.